അപ്പാനി അക്ബറിനോട് പറയുന്നുണ്ട്, അതേ നീ ഒരു പാട്ട് പാടണം, ഞാൻ അഭിനയിക്കും, നമുക്ക് പൊളിക്കണോടാ. അപ്പോൾ ഉടനെ സരിക ചോദിക്കുക, അപ്പം ഞാനോ? അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, നിങ്ങൾ കാണാനായിട്ടിരിക്കണം. സരിക അങ്ങ് ചമ്മയെ. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, എന്നെ അപ്പാനി എന്തുണ്ടെങ്കിലും വിളിക്കും, ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിക്കും. കൊച്ചിന് പനിച്ചാലോ കൊച്ചിന് വയ്യെങ്കിലോ എന്തോ ഉണ്ടെങ്കിലും അവൻ എന്നെ വിളിക്കുന്ന മീൻകറിയൊക്കെ വെച്ചിട്ട് എന്നെ വിളിച്ച് പറയും, എന്നെ കാണിക്കും. പിന്നെ ചിലപ്പോഴൊക്കെ ഫോൺ ചെയ്തിട്ട് ചോദിക്കും, കല്യാണത്തിന് പോവാണേ ഈ ഡ്രസ്സ് കൊള്ളാമോ? അങ്ങനെ അങ്ങനെയൊക്കെ എന്നെ എപ്പോഴും വിളിക്കും. നീ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം എങ്ങനെ ആവുമെന്നോ എന്തോ. ഈ സരികയങ്ങ് ഭയങ്കര ചളിയടിയങ്ങ്. ആര് രണ്ടുപേരും സംസാരിക്കുന്ന അവിടെ ചെന്നിട്ട് അങ്ങ് സ്പേസിന് വേണ്ടിയാണെന്ന് തോന്നുന്നു, സ്ക്രീനിനകത്ത് വരാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഇത്രയും ഇറിറ്റേറ്റായിട്ട് സംസാരിക്കുന്ന മുൻ കണ്ടസ്റ്റൻറ്റുകളിൽ ഏറ്റവും മുൻനിരയിൽ ഇവരാണെന്ന് തോന്നുന്നു. ഇവർ കഴിഞ്ഞിട്ട് പിന്നെ വാ തുറക്കാൻ പാടില്ല. വാ തുറന്നില്ലെങ്കിൽ അവർ നല്ലതാണ്. അവർ വാ തുറന്ന് പോയാൽ കൊള്ളത്തില്ല. അതാണ് ശാരിക KB. അയ്യോ, ഇപ്പം താണ്ട റൂമിനകത്ത് നിന്നിട്ട് അതിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. നീ കെയർലെസ് അല്ലയോ, നീ വെറും ക്രൂവലല്ലയോ, എന്തൊക്കെയാണ് അവർ പറയുന്നത്. അവരെന്തിനാണ് അത് പറയുന്നതെന്ന് അറിയത്തില്ല. സാധാരണ ആൾക്കാർ രണ്ടുപേർ തമ്മിൽ വലിയ വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന ആൾക്കാരെ അവർ പറയും. ഒരു നാക്കിനില്ലില്ല എന്ന് പറയത്തില്ലയോ, ആ സെയിം ഒരു സാധനമാണത്. എന്തായാലും ഇവരെയൊക്കെ ഒരുപാട് ദിവസം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ബിഗ് ബോസുകാർ നേരത്തെ തന്നെ ഇവരെയൊക്കെ പറഞ്ഞയച്ചു. ഇപ്പം 2 ദിവസത്തേക്കാണോ അതോ ഇന്നങ്ങ് പോവോ ഒന്നും അറിയത്തില്ല. ഇന്നലെ മുതൽ ലൈവ് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്.